ഈ നിർമ്മല കന്യക എന്ന് പറയുമ്പം വളരെ വിശേഷതയാണ്. ഞാൻ നിങ്ങളോട് പറയും, കർത്താവിന് വെപ്പാട്ടിമാരില്ല. ഒരിക്കൽ ഞാനൊരു TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പഴയ സുവിശേഷകൻ പ്രസംഗിക്കുക, നമ്മൾ കർത്താവിൻ്റെ കാമുകിമാരാണ്. ഞാൻ ഞെട്ടിപ്പോയി മാണി പാസ്റ്ററെ, കർത്താവിൻ്റെ കാമുകിമാർ. ബൈബിളിൽ കാമുകി എന്ന് പറയുന്ന പദം തന്നെ റോങ്ങാ. കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ, വേറൊരു സംഭവമില്ല. ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവളാ. അപ്പോഴാ പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ കാമുകിമാരാ. പേര് പറയാൻ ഞാൻ പൊതുവേ പേര് പറയാത്ത ആളാണ്, അതുകൊണ്ട് പേര് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്റ്റേജിൽ ഇങ്ങനെ കാലിൻ്റെ മുകളിൽ കാലൊക്കെ വെച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, പഴയ ഒരാളാണ്, ഇപ്പോൾ അത്ര കാര്യമായിട്ടില്ല. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കാമുകിമാരാണ്. അപ്പം അത് റോങ്ങാണ്. കർത്താവിന് കാമുകിമാരില്ല. ഇവിടെ പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. നിർമ്മല കന്യക, അതാ ഞാൻ പറഞ്ഞു, പാതിവൃത്യമുള്ള പരിശുദ്ധയായ കളങ്കമില്ലാത്ത മനസ്സാ വാചാ കർമ്മണ ശുദ്ധിയുള്ള പാവനമായ വിശുദ്ധയായ ഒരു സഭ. സ്വതന്ത്രം. നിങ്ങളെ ഒന്ന് പരിശോധിച്ചോണം കേട്ടോ. 47 വർഷമായില്ലേ ഗ്ലോബൽ മിഷൻ ഇന്ത്യയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട്. ആ തുടങ്ങിയ സമയം മുതൽ ഇതുവരെ ഈ സഭയോട് ചേർന്ന് ആരാധിച്ചവർ കാണുമല്ലോ. കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഇതിനോട് ചേർന്ന് ആരാധിക്കുന്നവരുണ്ടല്ലോ. 20 വർഷം, 10 വർഷം, 15 വർഷം, 5 വർഷം. ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ കേട്ടോ, ഒരു പ്യുവർ ബ്രൈഡ് ആണോ? കർത്താവിൻ്റെ സഭ പ്യുവർ ബ്രൈഡാണ്. വേറൊന്നുമായി ഇടകലരാത്ത ഒരു സഭ. ഇതാണ് വാസ്തവത്തിൽ സഭയുടെ പ്യൂരിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ പകൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിച്ചപ്പോൾ, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിച്ചത് കൊണ്ട് കണ്ടോ, അതുകൊണ്ട് നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അല്ലാതെ കൺവെൻഷനിൽ വന്നിരുന്ന് ഫയർ ഫയർ എന്ന് പറയുമ്പോൾ വരുന്നതല്ല അഭിഷേകം. അവിടെ പറയുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ട് കണ്ടോ, ദുഷ്ടതയെ ദ്വേഷിച്ചതുകൊണ്ട്, അതുകൊണ്ട്, therefore, അതുകൊണ്ടാ. അല്ലാതെ തലയിൽ കൈവെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സഭാജീവിതം എപ്പോഴും ലൈഫ് സെന്റേഡ് ആണ്. ലൈഫ് ഇല്ലാത്ത ജീവിതം സഭാജീവിതമല്ല, ക്ലബാണത്. സഭ കർത്താവിൻ്റെ മണവാട്ടി, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ആ മണവാട്ടി, അത് കർത്താവിനോടുള്ള നിർമ്മലതയിൽ, ആ ഏകാഗ്രതയിൽ, ആ പവിത്രതയിൽ, ആ പരിപാവനതയിൽ മുൻപോട്ട് പോകുന്നതാണ്. അല്ലാത്ത ഒന്നിനെ സഭയായി പരിഗണിക്കാൻ പറ്റില്ല. അതാ ഞാൻ ഇത്രയും വാക്കുകൾ പറഞ്ഞത്. പ്രോപ്പർലി ക്ലീൻ, അതാ പറഞ്ഞു, പ്യുവർ ബ്രൈഡ്. പ്യുവർ ബ്രൈഡ്. രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ് ആത്മനിർമ്മൽ ജീവിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പ്യുവർ ബ്രൈഡ്. നിങ്ങൾ ആ പ്യുവർ ബ്രൈഡിന്റെ ഭാഗമാകുന്നത് ഞാൻ ധരിച്ചിരിക്കുന്നത് പോലെ വെള്ള ധരിക്കുന്നത് കൊണ്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ പ്യുവർ ബ്രൈഡിന്റെ ഭാഗമാകുന്നത് ക്ലീൻ ഷേവ് ചെയ്യുമ്പോഴല്ല. നിങ്ങൾ പ്യുവർ ബ്രൈഡിന്റെ ഭാഗമാകുന്നത് ആഭരണവർജനം നടത്തുമ്പോഴല്ല. അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനോടൊപ്പം മനസ്സുകൊണ്ടുപോലും കളങ്കപ്പെടാത്ത, പിടികിട്ടുന്ന എൻ്റെ ചിന്ത, എങ്ങനെ മനസ്സുകൊണ്ടുപോലും കളങ്കപ്പെടാത്ത. ഇന്നലെ മാണി പാസ്റ്ററുടെ മകൻ്റെ വിവാഹമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അധ്യക്ഷനായിരുന്നത് കൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൻ്റെ സമയത്ത് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്യുക. പല കുടുംബങ്ങളിലും പലരും ഒന്നിച്ച് ജീവിക്കുന്നതേ ഉള്ളൂ, മെന്റലി ഡിവോഴ്സ്ഡാ. ഒരു ഊരയ്ക്ക് കീഴി ഒരുമിച്ച് കഴിയുക.
പക്ഷെ മാനസികമായിട്ട് വിവാഹമോചിതരാ. കൈവക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇതുപോലെയാണ് ചർച്ചിനകത്ത്. പലരും ചർച്ചിൽ വരുന്നുണ്ടെങ്കിലും മാനസികമായി പിന്മാറ്റത്തിലാണ്. ഒരബദ്ധം പറ്റിയതുപോലെ വന്ന് ചർച്ചിനകത്തിരിക്കുക. എത്രയോ പേർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കാതി കേട്ടിട്ടുണ്ട്. അപ്പച്ചൻ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാനങ്ങ് വന്നേ ഉള്ളൂ, എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ആ അപ്പച്ചനുള്ളതാണ് നമ്മുടെ ഒരു പിടി. അപ്പച്ചൻ വന്നതുകൊണ്ട് വന്നു. ഞായറാഴ്ച ചർച്ചിൽ പോയില്ല, നാട്ടുകാരെന്ത് പറയുന്നോർത്താണ് ഈ ചർച്ച വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് സാഹചര്യത്തിൽ ആരാധന മുടക്കാൻ പറ്റുമോ അവിടെ നമ്മൾ ആരാധന മുടക്കിയിരിക്കും. അത് തലവേദന പഞ്ചായത്തിൽ കൂടെ പോയാൽ മതി, നമ്മൾ ആരാധന മുടക്കും. കൈവക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ അച്ഛനും അമ്മാമ്മയും കൂടെ വലിയ സ്നേഹമാണ്. പക്ഷെ ഞായറാഴ്ച എവിടുന്നൊന്നും അറിയത്തില്ല, ഒരൊടക്ക് വരും. എന്നിട്ട് പറയും നിന്റെ കൂടെ ഒന്നും ഞാൻ ആരാധനയ്ക്ക് വരുന്നില്ല. അന്നാ പുള്ളി പോകത്തില്ല. ഉള്ള സിനിമയും സീരിയലും ഒക്കെ കണ്ട് വീട്ടിലിങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുക. പക്ഷെ ഇതുപോലുള്ള പുള്ളികൾക്കൊക്കെ ഉണ്ടല്ലോ, പ്രശ്നം വരുമ്പോൾ ഇവർ ക്ലെയിം ചെയ്യുന്നത് സ്പിരിച്വാലിറ്റിയുടെ ഉത്തുംഗ ശൃംഗ. എനിക്കറിയത്തില്ല പാസ്റ്റർ, ഞാൻ ഇത്രയൊക്കെ വിശ്വസ്തയോടെ നിന്നിട്ട്. എന്നാ വിശ്വസ്തയോടെ നിന്നെന്നാ പറയുന്നത്? എത്ര ദിവസം ആരാധനയ്ക്ക് പോയി നേരെ ജോവേ? ആ ഫോണൊന്ന് താഴ്ത്തി വെച്ചിട്ട് ആരാധനയ്ക്ക് ഇരുന്ന ദിവസം ഏതാ ഉള്ളത്? ഇവിടെ ലോർഡ് സപ്പർ എടുത്തോണ്ടിരിക്കുക, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുക. നിങ്ങൾക്ക് ചെറുക്കൻ ഫോണിനകത്തിരുന്നിട്ട് ഫേസ്ബുക്കിൽ ലൈക്ക് അടിക്കുക, അവൻ ഇൻസ്റ്റയിൽ മാന്തിക്കൊണ്ടിരിക്കുക. സ്വോത്രം. അച്ഛൻ മെസ്സി ഗോൾ അടിച്ചാന്നാ നോക്കുന്നത് ഫോണിൽ. പിണറായി വിജയൻ എന്തു പറഞ്ഞു ആരാധനയ്ക്കിരുന്ന അച്ഛൻ ഇത് അന്വേഷിക്കുന്നേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എന്തായി? എവിടെ ഇരുന്ന ആരാധനയ്ക്കിരുന്ന്? പ്രശ്നം വരുമ്പോ അച്ഛൻ ക്ലെയിം ചെയ്യുക വിശ്വസ്തയോടെ. എന്നാ വിശ്വസ്തയോടെ നിന്നെന്നാ പറയുന്നേ? കൈവക്കണ്ട, പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി. എന്നാ വിശ്വസ്തയോടെ നിന്നെന്നായി പറഞ്ഞേ? ഉഴപ്പാമെന്നതിന്റെ പരമാവധി ഉഴപ്പി. പ്രശ്നം വന്നപ്പോൾ കർത്താവിന്റെ കാലെ പിടിച്ചേ പറ്റൂ എന്നുള്ള ബോധ്യം വന്നപ്പോൾ പറഞ്ഞു ഞാൻ വിശ്വസ്തയോടെ നിന്നെന്ന്. ശരിക്കും ഒന്ന് ചിന്തിച്ച്, വിശ്വസ്തയോടെ നിന്ന കർത്താവിന് വേണ്ടുന്നത് നിർമ്മല കന്യകയാണ്. പൗലോസ് പറയും ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വസ്ത്രത്തിൽ ഈ വിവാഹ നിശ്ചയം എന്ന് പറയുമ്പം ഒരപ്പനാണ് ഒരു പെൺകുട്ടി വിവാഹ നിശ്ചയം ചെയ്യുന്നത്. അപ്പനാണ് അതിന്റെ ഉത്തരവാദി. പൗലോസ് ഈ കൊരിന്ത് സഭയെ വിവാഹ നിശ്ചയം ചെയ്യുമ്പോൾ അപ്പനായിട്ട് നിന്നാ പറഞ്ഞത്. പൗലോസ് സഭയുടെ അപ്പനാ. അവിടെ ഈ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ അടുത്ത കാലത്ത് ഉണ്ടായത് ഒരു കോൺസെപ്റ്റാണ് സ്പിരിച്വൽ ഫാദർ. ഞാൻ നന്നായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുക്ക് വന്ന് ചോദിക്കും എൻ്റെ സ്പിരിച്വൽ ഫാദർ ആകാവോ? രണ്ട് പ്രവചനം കൂടുതൽ പറഞ്ഞാൽ ഉടനെ വന്ന് ചോദിക്കും സ്പിരിച്വൽ ഫാദർ ആകാവോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കാശുള്ളവനെ കാണുമ്പോൾ അപ്പാന്ന് വിളിക്കാൻ പറ്റത്തില്ല, പ്രവചിക്കുന്നവനെ കാണുമ്പോൾ അപ്പാന്ന് വിളിക്കാൻ പറ്റത്തില്ല. ജനിപ്പിച്ചവൻ ആരോ അവനാണ് അപ്പൻ. മിണ്ടുന്നില്ല, പരാമയം പറ. ആരാ അപ്പൻ? ജനിപ്പിച്ചവനപ്പൻ. അപ്പൊ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് റൈറ്റ് ആണ്, പക്ഷെ ജനിപ്പിച്ചവനപ്പൻ. ഒന്നുകൂടി ലേഖനം 4:15 പൗലോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല, ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പൊ ഈ മനുഷ്യനെ ജനിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൻ പറയുന്ന പോലെ പറയുന്നത് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഈ പൗലോസ് അപ്പന്റെ ഒരു പോർഷനിൽ മാത്രമല്ല അമ്മയുടെ പോർഷനിലും കൂടെ നിന്നിട്ടുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ മക്കളെ. അപ്പോ അപ്പനായിട്ട് ജനിപ്പിക്കുക മാത്രമല്ല അമ്മയായിട്ട് പ്രസവവേദനപ്പെടുകയും കൂടെ ചെയ്യുന്ന മനുഷ്യൻ ഇത് പറയുകയാണ് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്നറിയോ? ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അതവിടുത്തെ പ്രശ്നം. അതായത് നിങ്ങൾ പെർഫെക്റ്റ് ബ്രൈഡായിട്ട് ഇരിക്കേണ്ടതാണ്, നിങ്ങൾ പ്യുവർ ബ്രൈഡായിട്ട് ഇരിക്കേണ്ടതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു ഭയമുണ്ട്. ഇസ്രായേലിന് സംഭവിച്ച പരാജയത്തിൽ നിന്നുണ്ടായ ഭയമാണ്. ഇസ്രായേലിന് സംഭവിച്ച പരാജയം എന്താണെന്നറിയാമോ?
അവിശ്വസ്തത നിറഞ്ഞ പിന്മാറ്റമാണ്. യിരെമ്യാ പ്രവചനം 3:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പുരുഷൻ തൻ്റെ ഭാര്യ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുവോ? ഇങ്ങനെയുള്ള ദേശം മലിനമായി പോയില്ലയോ? നീയോ പല ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു, എന്നിട്ടു എൻ്റെ അടുക്കൽ മടങ്ങി വരുവാൻ നീ വിചാരിക്കുന്നു. എന്നിട്ട് പറയുക, മൊട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്ക്, നീ പരസംഗം ചെയ്യാത്ത സ്ഥലം ഏതുള്ളൂ? കണ്ടോ, മൊട്ടക്കുന്നുകളിലും പച്ചയായ വൃക്ഷത്തിന്റെ കീഴിലെല്ലാം നാട്ടിയിരിക്കുന്ന ബിംബങ്ങളുടെ മുൻപിൽ പോയി തലകുനിച്ച് നിന്ന് ആരാധിച്ചിട്ട് ഒന്നും പറ്റാത്തതുപോലെ കർത്താവിൻ്റെ അടുക്കലും വരിക. കർത്താവ് ചോദിക്കുക, ഇത് മലിനതയല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഇത് മലിനതയല്ലേ? ഇതുപോലെ ധാരാളം വാക്യങ്ങളുണ്ട്. യെഹെസ്കേൽ പ്രവചനം 16:10 മുതൽ താഴേക്ക് വായിക്കണം. സത്യത്തിൽ സഭയുടെ ചിത്രം നമുക്ക് അതിനകത്ത് കാണാം. ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു, തകശു തോൽ കൊണ്ടുള്ള ചെരുപ്പിടിപ്പിച്ചു, ശണപട്ടം കൊണ്ട് ചുറ്റി പട്ടുപുതപ്പിച്ചു. ഞാൻ നിന്നെ ആഭരണമണിയിച്ചു, നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു. ഞാൻ നിന്റെ മൂക്കിന് മുക്കുത്തിയും കാതിൽ കുണുക്കുമിട്ടു, തലയിൽ ഭംഗിയുള്ള ഒരു കിരീടം വെച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു, നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. വന്നപ്പോ ഒരു കീറത്തുണിക്ക് വിലയില്ലാതെ വന്നേ. ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ തൂങ്ങിച്ചാകുക അല്ലാതെ വേറെ നിവർത്തിയില്ല എന്നുള്ളൊരു പരുവം വന്നപ്പോൾ, ക്യാൻസർ 4th സ്റ്റേജിലായി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വേറെ മാർഗമില്ലാതെ ചർച്ചിനകത്തോട്ട് വന്നു. സഭ വെള്ളം കുടിക്കാതെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. ഒടുവിൽ സൗഖ്യമുണ്ടായി, പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. തൂങ്ങിച്ചാകണമെന്നുള്ള ഫീൽ അങ്ങ് മാറി. പതുക്കെ പതുക്കെ ദൈവം ഭൗതികമായി ഉയർത്താൻ തുടങ്ങി. വസ്ത്രം മാറി, ഭക്ഷണം മാറി, വാഹനം മാറി, വീട് മാറി, കുട്ടികളുടെ രീതി മാറി, അങ്ങനെ പലതും മാറി. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ സമൃദ്ധിക്കകത്ത് നിറഞ്ഞിരുന്നപ്പോ നമ്മൾ പഴയതെല്ലാം അങ്ങ് മറക്കുക. അതവിടെ പറയുന്നത്, ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായപ്പോ നീ അതിലാശ്രയിച്ച് പരസംഗം ചെയ്തു, നീ തിരിയരുതാത്തതിലേക്ക് തിരിഞ്ഞു. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമയം പറഞ്ഞാട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിൻ്റെ ഒട്ടനവധി സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് നിരത്തി വെക്കാനായിട്ട് പറ്റും. അത് ഒരുപാട് സംഭവങ്ങളിലൂടെ പറയാൻ പറ്റും, പക്ഷേ ഞാനിവിടെ പറയുന്നില്ല. ഹല്ലേലൂയ. ഈ ജനം ദൈവത്തെ വിട്ട് പിന്മാറി, അവർ അവിശ്വസ്തത കാണിച്ചു. സത്യത്തിൽ ഇസ്രയേല് കർത്താവിന്റെ മണവാട്ടിയായിരുന്നു പഴയ നിയമത്തില്. യെഹെസ്കേൽ 61:10 അത് പറയുന്നുണ്ട്. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പ പണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. ഹോശേയ പ്രവചനം 2 വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. കർത്താവിൻ്റെ മണവാട്ടിയ, പക്ഷേ പിന്മാറ്റം ഉണ്ടായി. ഇത് തന്നെയാണ് സഭയ്ക്ക് സംഭവിച്ചത്. പിന്മാറ്റം ഉണ്ടായി. ഈ ഇവിടുത്തെ തീം ഞാനിതിവിടെ വന്നപ്പോഴറിഞ്ഞു, ഇങ്ങനെ ഒരു വാക്യമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അതൊന്ന് പ്രസംഗിച്ചേനെ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. അവിടെ ആ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ എന്ന് പറയുന്ന പദം നിങ്ങൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അത് ഈ വിഷയവുമായി കണക്ട് ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻഡ് ടൈം ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ് എന്ന് ചോദിച്ചാൽ വിശ്വാസത്യാഗമാണ്. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ അപ്പോസ്റ്റസി എന്ന് അതിനെ വിളിക്കുന്നത്. അപ്പോസ്റ്റസിയ എന്ന പദത്തിൽ നിന്ന് അപ്പോസ്റ്റസി ഉണ്ടായത്. അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ ഗോയിങ് അവേ എന്ന്, ദൂരം പോകുക, വിട്ടുപോകുക എന്നൊക്കെയാണ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയുടെ
ലക്ഷണമെന്നൊക്കെ പറയുന്നതെല്ലാം മഹാപീഡനകാല സംഭവങ്ങളുടെ ലക്ഷണമാണ് കേട്ടോ. സൂര്യൻ കരിമ്പടം പോലെ കറക്കുന്നതും ചന്ദ്രൻ രക്തതുല്യമാകുന്നതും അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് അത്തിക്കായി അടർന്ന് താഴേക്ക് വീഴുന്നത് പോലെ ആകാശത്ത് നക്ഷത്രങ്ങൾ താഴേക്ക് വീഴുന്നതും ഇതെല്ലാം മഹാപീഡന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്. അതാണ് നമ്മൾ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത്. എന്നാൽ സഭാപരമായ ഒറ്റ ലക്ഷണമേ ഉള്ളൂ, അത് വിശ്വാസത്യാഗം. വിശ്വാസത്യാഗം. ഈ വിശ്വാസത്യാഗത്തിന് 7 സ്റ്റെപ്പുണ്ട് കേട്ടോ, 7 സ്റ്റെപ്പ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ദൈവനിഷേധം. ദൈവനിഷേധം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ലെന്ന് പറയുന്നതല്ല, ദൈവം ഇല്ലെന്ന് പഠിപ്പിക്കുന്നതല്ല, ദൈവം ഇല്ലെന്ന് പാടുന്നതുമല്ല, ഇടമറുകിനെ പോലെ മാറുന്നതല്ല ദൈവനിഷേധം. അത് തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. അവർ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നു. ചർച്ചിനകത്തുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്, ആരാധനയുണ്ട്, പക്ഷേ ദൈവപ്രിയമില്ല. ഹലോ, ദൈവപ്രിയത്തിൽ ആരാധിച്ചിട്ട് എത്ര കാലമായി? നിങ്ങളോട് ചോദിക്കുന്നത്, ദൈവപ്രിയത്തിൽ ആരാധിച്ചിട്ട് എത്ര കാലമായി? 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ എന്ന് നമ്മൾ പാടുമ്പോ അത് ആ ഹൃദയത്തിനകത്തുനിന്ന് പാടിയിട്ട് എത്ര കാലമായി? എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും കാണത്തില്ല എന്ന് പാടുമ്പോ അത് മനസ്സിൽ നിന്ന് പാടിയിട്ട് എത്ര നാളായി? അല്ല പറയുന്നത്, ഈ ജനം അടുത്തു വന്ന അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നെന്ന്. ശരിക്കും ഞാൻ ആ വാക്യത്തെ മനസ്സിലാക്കിയിട്ട് പറയാം. ക്ലാസ്സിൽ പോവുകയും ചെയ്തു, അറ്റൻഡൻസ് കിട്ടിയില്ല. അങ്ങനെ നല്ല എനിക്ക് 10 മണിക്ക് ചെറുക്കൻ ക്ലാസ്സിൽ കയറുകയും ചെയ്തു, എന്നാൽ അറ്റൻഡൻസ് കിട്ടിയോ? അതുമില്ല. ഇതുപോലെയാണ് ചിലരുടെ ആരാധന. ചർച്ചിൽ പോയോ? പോയി 10 മണി തൊട്ട് 1 മണി വരെ അവിടെ കുത്തിയിരുന്നു. എന്നിട്ട് അറ്റൻഡൻസ് കിട്ടിയോ? കിട്ടിയില്ല. കാരണം ദൈവപ്രിയത്തിലല്ല ആരാധന. രാമൻ പറയാമെങ്കിൽ പറഞ്ഞു, ഇങ്ങനെ പറയിപ്പിച്ച് പറഞ്ഞാലേ പറയത്തുള്ളെന്ന് എനിക്കറിയാം. ഈ പ്രസംഗത്തിന്റെ പ്രത്യേകതയാണ്. സ്തോത്രം. നോർമലി പറയത്തില്ല. അപ്പോ ദൈവപ്രിയമില്ലായ്മ, അതാണ് ദൈവനിഷേധം. അതാ റോമലേഖനത്തിൽ പറഞ്ഞത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കോ മഹത്വീകരിക്കോ ചെയ്യാതെ. ദൈവത്തെ അറിയാം, പക്ഷെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കോ മഹത്വീകരിക്കോ ചെയ്യുന്നില്ല. ഇതാ ദൈവപ്രിയമില്ലായ്മ. വിശ്വാസത്യാഗത്തിന്റെ ഒന്നാമത്തെ പടിയാണ്. രണ്ടാമത്തെ പടി ക്രിസ്തു നിഷേധമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ, വ്യക്തിത്വത്തെ, നിത്യത്വത്തെ ഒക്കെ അങ്ങ് നിഷേധിക്കുക. ക്രിസ്തു നിഷേധം അതുള്ളത് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഇല്ല. 3 പുനരാഗമന നിഷേധമാണ്. പാസ്റ്റർമാരൊക്കെ ഇങ്ങനെയൊക്കെ കുറെ പറയുന്നു, വരാനൊന്നും പോകുന്നില്ല, അവരിങ്ങനെ പറയുന്നതാ. സ്തോത്രം. സത്യത്തിൽ കുറ്റം പറയാൻ നമ്മളെ കഴിഞ്ഞേ ഉള്ളൂ. സ്തോത്രം. ഇത് ഫേസ്ബുക്കിൽ പോകുന്നുണ്ടോന്ന് അറിയത്തില്ല, ചിലപ്പോൾ എന്തെല്ലാം എഴുതി വിടുമെന്നറിയാമോ? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാ ഭൂരിപക്ഷം എഴുതുന്നത്. ചുമ്മാ ഇരുട്ടത്തിരുന്നൊരു കമന്റ് അങ്ങ് അടിക്കും. സ്തോത്രം. അപ്പൊ പുനരാഗമനമൊക്കെ പറയുമ്പോ അങ്ങോട്ട് പിടിക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചും തമാശ പറയാം, പക്ഷെ പുനരാഗമനത്തെക്കുറിച്ച് പറയരുത്. പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളണമെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അപ്പൊ പരിഹാസികൾ എൻഡ് ടൈമിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് നിങ്ങൾ പരിഹസിച്ചാൽ അത് എൻഡ് ടൈമിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. പരിഹാസി എന്ന അങ്ങനെയുള്ള വിശുദ്ധനെ വിളിക്കുന്നത്. അപ്പൊ ദൈവനിഷേധം, ക്രിസ്തു നിഷേധം, പുനരാഗമന നിഷേധം. വേറൊരു പ്രശ്നമാണ് വേർപാട് ജീവിത നിഷേധം. വേർപാട് ജീവിത നിഷേധം അതായത് ഈ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നൊന്നും ഇഷ്ടമല്ല അച്ചായന്. ഞാൻ ഈ മീഡിയയിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരാളാണ്.
വളരെ സജീവമായി മീഡിയയിൽ ഇടപെടുന്നയാൾ. ഹാർവസ്റ്റ് TV-യിലും പവർവിഷനിലും ഒക്കെ നിരന്തരം പ്രസംഗിക്കുകയും ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. എല്ലാ ദിവസവും ഞങ്ങളുടെ TV പ്രോഗ്രാം ഒരു 3 മണിക്കൂർ എല്ലാ ദിവസവും പോകുന്നുണ്ട്. രാവിലെ 7:30 തൊട്ട് 8:30 വരെ, പിന്നെ 11:30 തൊട്ട് 12:30 വരെ, പിന്നെ വേറൊരു രാജ്യത്തിൽ 6 തൊട്ട് 7 മണി വരെ 3 മണിക്കൂർ ഒരു ദിവസം എല്ലാ ദിവസവും TV പ്രോഗ്രാം പോകുന്നുണ്ട്. അപ്പം ഞാൻ മീഡിയയിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ മെസ്സേജ് വരും. എല്ലാ ദിവസവും 6:30 തൊട്ട് 7:30 വരെ. അത് ലൈവ് മീറ്റിംഗാണ്. മോർണിംഗ് ഗ്ലോറി എന്നാണ് പറയുന്നത്. ധാരാളം ആളുകളുള്ള ഒരു മീറ്റിംഗാണ്. കഴിഞ്ഞ കോവിഡ് ടൈമിൽ തുടങ്ങി 5.5 വർഷമായി. എല്ലാ ദിവസവും നടക്കും. ഇന്ന് രാവിലെ നടത്തി. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തിനപ്പുറത്ത് മാർത്താണ്ഡത്തിനടുത്തൊരു യോഗത്തിനാണ് പ്രസംഗിച്ചത്. മാർത്താണ്ഡത്തുനിന്ന് 2 മണിക്ക് 2:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. 2:30 വന്നിട്ടും വെളുപ്പിനെ 6:30 മീറ്റിംഗ് നടത്തി. വളരെ കമ്മിറ്റഡായിട്ടാണ് മീറ്റിംഗ് നടത്തുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ മീറ്റിങ്ങുകളുടെ ഈ ക്യാപ്ഷനൊക്കെ ഇടുമ്പോൾ വളരെ ക്യാച്ച് ചെയ്യുന്ന ക്യാപ്ഷൻ ഇട്ടാലേ വ്യൂവേഴ്സ് ഉണ്ടാകത്തുള്ളൂ. അതായത് നിങ്ങളുടെ ജീവിതം പച്ച തൊടാൻ പോകുന്നു, 2 മണിക്കൂർ കൊണ്ട് 20,000 പേര് കാണും. വിശുദ്ധി നീട്ടെ 20 വർഷം കിടന്നാൽ 200 പേരെ കാണത്തുള്ളൂ. ആർക്ക് വേണം വിശുദ്ധി? നമ്മുടെ ഇടയിൽ ഒരു പഴഞ്ചൻ ചരക്കാണ് വിശുദ്ധി. അതാ ഈ വേർപാട് ജീവിത നിഷേധം എന്ന് പറയുന്നത്. നമ്മുടെ ആളുകൾക്ക് ഇത് കേൾക്കുന്നതേ ഇഷ്ടമല്ല. വേണം 4 പേര് അവിടുന്ന് ഇവിടുന്നൊക്കെ എഴുന്നേറ്റങ്ങും പോകും. ഓ, ഇന്ന് വിശുദ്ധിയാണ് പറയുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു സുവിശേഷ യോഗത്തിൽ സ്തോത്രം പ്രസംഗം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരാൾ പറയുമോ, ഓ ഇന്ന് ബോറായിരുന്നു, സുവിശേഷമാണ് പ്രസംഗിച്ചതെന്ന്. അപ്പം നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് സുവിശേഷ യോഗത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ പാടില്ല. ഞായറാഴ്ച എന്ത് പറയുന്നോ, വെള്ളിയാഴ്ച എന്ത് പറയുന്നോ അത് തന്നെ സുവിശേഷ യോഗത്തിൽ അടിക്കണം. നമുക്ക് കൈയടിക്കണം, അത്രേ ഉള്ളൂ. അത് ഈ പ്രവചിക്കുന്നവൻ വ്യാജം പ്രവചിക്കുന്ന എൻ്റെ ജനത്തിനോ ഇഷ്ടമാകുന്നു എന്ന് പറയുന്നില്ല. അതുപോലെ ഒരു ട്രെൻഡാണ്. സുവിശേഷ യോഗത്തിന് സുവിശേഷം പ്രസംഗിക്കാൻ പാടില്ല. അതുപോലെയാ അത്യാവശ്യം വിശുദ്ധിയാണെങ്കിലും വിശുദ്ധി പറയാൻ പാടില്ല. എനിക്ക് ചിലപ്പോൾ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാമേ. അച്ഛന് ഡയബറ്റിക് പിടിച്ച് 450. വേണ്ടുന്നത് പാവയ്ക്ക ജ്യൂസ് ആണേലും ഇഷ്ടം ജിലേബിയാ. ഇതുപോലെയാ സഭ. വേണ്ടുന്നത് പാവയ്ക്ക ജ്യൂസ് ആണേലും ഇഷ്ടം വേറെ ചിലതാ. സ്വത്രം. ഞാൻ പറഞ്ഞത് വേർപാട് ജീവിത നിഷേധം വിശ്വാസത്യാഗത്തിന് 4-മത്തെ കാര്യമാണ്. 5-മത്തെ കാര്യം പത്യോപദേശ നിഷേധമാണ്. അത് വളരെ കൃത്യമായിട്ട് തിമത്തിയോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പത്യോപദേശ നിഷേധം. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ കെട്ടുകഥ കേൾപ്പാൻ തിരിയും എന്ന് വായിക്കുന്നുണ്ട്. അവിടെ ആ പത്യോപദേശം പൊറുക്കാതെ, സൗണ്ട് ഡോക്ട്രിൻ, അവർക്ക് പത്യോപദേശം വേണ്ട. സ്തോത്രം. പത്യോപദേശം വേണ്ട. 2 തിമത്തിയോസ് ലേഖനം 4-ാം അധ്യായം ഞാൻ ഈ പറയുന്നത്. 2 തിമത്തിയോസ് ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്തോത്രം. ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതാത്മാക്കളുടെ ഉപദേശത്തിൽ ആശ്രയിച്ച് ബോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്നവിടെ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 2 തിമത്തിയോസ് ലേഖനത്തിലേക്ക് വരുമ്പോ അവർ പത്യോപദേശം പൊറുക്കാതെ, 3-ാമത്തെ വാക്യം, കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ ഉണ്ടാകും. ഈ പത്യോപദേശം പൊറുക്കാതെ കർണരസം എന്ന് പറയുന്ന സംഭവം എന്നാണെന്നറിയോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ കർണരസം. അത് ശരിക്കും എന്നാന്നറിയാമോ? ഈ പണ്ട് നമ്മൾ ഈ ബഡ്സ് വരുന്നതിന് മുമ്പ് ഒരു നാടൻ പ്രയോഗം ഉണ്ടായിരുന്നല്ലോ, തൂവല്. അപ്പൊ ഈ തൂവലിങ്ങനെ അതിൻ്റെ ആ ചുവട്ടിലെ ആ ഭാഗമെല്ലാം ഉരിഞ്ഞിട്ട് അതിൻ്റെ എൻഡ് ഭാഗം കൊണ്ട് ഇങ്ങനെ ചെവി വെക്കുമ്പോൾ ചെവിക്കുണ്ടാകുന്ന ഒരു പൊടി രസമുണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് കർണരസം. അത് KJV-ക്കകത്ത് ഇച്ചിങ് ഇയേഴ്സ് എന്നാണ് പറയുന്നത്. ഇച്ചിങ് ഇയേഴ്സ്, ചെവിയെ ഇക്കിളിപ്പെടുത്തുന്ന, ചെവിക്ക് പൊടിരസം തരുന്ന, അതാ കർണരസം. നമ്മൾ യോഗത്തിന് പോയിട്ട് പറഞ്ഞു ചിരിച്ച് 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 എൻ്റെ ഇടപാട് തീർന്നു. ഒന്ന് ചിരിച്ചു കേട്ടോ. മോൻ കണ്ടിട്ട് എനിക്ക് പേടി വരിക, ഗൗരവത്തിൽ ഇരുന്നിട്ട്. സ്വതന്ത്രം. ചിരിച്ച് 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 എൻ്റെ ഇടപാട് തീർന്നു. കർണരസം, പത്യോപദേശം വേണ്ട. ഏത് വേണം? കർണരസം. വിശ്വാസത്യാഗത്തിന്റെ 5-ാമത്തെ ഏരിയ അത് കേട്ടോ. പത്യോപദേശം വേണ്ട, പത്യോപദേശം വേണ്ട. എന്നും ഈ ഉപദേശി ഈ ലേഖനത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ട് ഉപദേശം മാത്രമേ പറയത്തുള്ളൂ, അനുഗ്രഹം പറയത്തേ ഇല്ല. അച്ഛൻ അനുഗ്രഹം പറയുന്നിടത്തോട്ട് പോകുക. സഭയാണെങ്കിൽ ശാസിക്കും. ഒരാമേ പറ. അതാ പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ദൈവസ്നേഹത്തിനകത്ത് ശാസനയുണ്ട്, ദൈവസ്നേഹത്തിനകത്ത് ശിക്ഷയുണ്ട്.
സ്വോത്രം, സ്വോത്രം, സ്വോത്രം. അതില്ലാത്തത് സഭയല്ല കേട്ടോ. സ്വോത്രം. അപ്പൊ പത്യോപദേശ നിഷേധം ഇങ്ങനെ ഇതെല്ലാം എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം, വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി. ഇത് തന്നെയാണ് എൻഡ് ടൈമിൽ സംഭവിക്കുന്നത്. സ്തോത്രം. അപ്പോസ്റ്റസി. സഭ കൂട്ടമായിട്ടുണ്ട്. ഇന്നത്തെ പോലെ ജനറൽ കൺവെൻഷൻ ഉണ്ട്, മാസയോഗമുണ്ട്, സെൻട്രൽ കൺവെൻഷൻ ഉണ്ട്, ക്യാമ്പുണ്ട്, സകല പരിപാടികളും ഉണ്ട്. പക്ഷേ കർത്താവുമായിട്ടുള്ള ഏകാഗ്രതയിലല്ല. പൗലോസ് പറയും, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക ക്രിസ്തു എന്ന ഏക പുരുഷന്. സ്തോത്രം. നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മകന് ഒരു വിവാഹം ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ ഒരാളോട് ചോദിച്ചു, അച്ഛാ പെങ്കൊച്ചെങ്ങനുണ്ട് വല്ലതും അറിയോ? അപ്പോൾ അദ്ദേഹം പറയുക, ഓ ഞാനൊന്നും പറയുന്നില്ലേ. അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിയേ, ഞാനൊന്നും പറയുന്നില്ലേ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ആ ചെറുക്കൻ്റെ കൂട്ടർ ആ പഞ്ചായത്തിൽ കൂടെ പിന്നെ പോത്തില്ല, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അഭിപ്രായമുള്ള പെങ്കൊച്ചിന് നമ്മുടെ ചെറുക്കന് വിവാഹം ആലോചിക്കുമോ? ഇല്ല. ഇതുപോലെയാ യേശുക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടുന്ന മണവാട്ടി. ആ മണവാട്ടി പെർഫെക്റ്റ് ആയിരിക്കണം. ഒരാമേൻ പറഞ്ഞോട്ടെ, പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഉള്ളവർക്ക് ഇവിടുന്ന് എടുക്കപ്പെടാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ പല യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പോലും എൻ്റെ ചർച്ച വരാത്ത ഒരച്ചായനെ ഒരിക്കൽ എനിക്ക് അടക്കേണ്ടി വന്നു കേട്ടോ. ഒരിക്കൽ പോലും എൻ്റെ ചർച്ച വന്നിട്ടില്ല. പക്ഷേ അച്ചായൻ്റെ 5 മക്കളും അച്ചായൻ്റെ ഭാര്യയും ആ ചർച്ചിൽ ആരാധിക്കാൻ വരുന്നത്. ഈ പുള്ളി മാത്രം കള്ളു കുടിച്ച് നടക്കുക. അതിനൊരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം മരിച്ചുപോയി. പള്ളിക്കാർ പറഞ്ഞു ഞങ്ങൾ അടക്കത്തില്ലെന്ന്. അപ്പം മക്കൾ 5 പേരും കൂടെ എൻ്റെ അടുക്ക വന്ന്, പാസ്റ്റർ എന്നാ ചെയ്യുന്നത്, പള്ളിയിൽ അടക്കത്തില്ലെന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നാ ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്ക് അടക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ അത് തീരുമാനിക്കാൻ പറ്റത്തില്ല, ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. സെൻട്രൽ പാസ്റ്ററോട് ചോദിച്ചു, കമ്മിറ്റിയെ വിളിച്ചു അടിയന്തരമായിട്ട്, എന്നാ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, അടക്കേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അടക്കാൻ നിൽക്കുക ഞങ്ങൾ. സമയാന്തരം പാടേണ്ടി വന്നു, 90 സങ്കീർത്തനം പാടേണ്ടി വന്നു. പിന്നെ നീട്ടിയാ പാടിയേ, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെ നിർമ്മിക്കുന്നതിന് മുൻപ് നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഈ പോകാൻ നേരത്ത് നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, വീട്ടിൽ നിന്ന് പോകാൻ നേരത്ത്, പോകുന്നേ ഞാനും എൻഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങാൻ, അങ്ങനെ പാടിക്കൂട്ടി സെമിത്തേരി കൊണ്ടുവച്ച് 1 ലേഖനം 15 അധ്യായം മൊത്തം വായിച്ച് കുഴിമട്ടത്തിൽ വെച്ച് അത് മൊത്തം പ്രസംഗിച്ച് ഒടുവിൽ ഈ മുഖം മൂടുന്ന സമയമുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപോട്ട് വന്ന മുഖം മൂടിയാട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നീട്ടിപ്പിടിച്ച് പറയുന്ന ഒരു പറച്ചിലുണ്ട്. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും കൂട്ടത്തിൽ ഈ ശരീരവും ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയോടെ പൊടിവണ്ടായിരുന്നതുപോലെ മണ്ണോട് മണ്ണ് ചേരേണ്ടതിന് ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂഴിക്ക് ഏൽപ്പിക്കുന്നു. നീയോ പ്രിയ പിതാവെ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. ഇതിനിടയിൽ സെക്രട്ടറി വട്ടയിലക്കകത്ത് മണ്ണും പൊതിഞ്ഞു തിരിഞ്ഞു പോലും നോക്കണ്ട, പാസ്റ്ററുടെ വലത് കൈയുടെ തൊട്ടടുക്കൽ വട്ടയിലക്കകത്ത് മണ്ണുണ്ട്, അത് വാരി 3 പ്രാവശ്യം ഇട്ട് പെട്ടി അടച്ച് സെല്ലാറിനകത്തോട്ട് കയറ്റി അങ്ങ് വെക്കുക. കൂടെ ഒരു പാട്ടും, പേർ വിളിക്കുന്ന നേരം എന്ത് ഗംഭീര അടക്കമായിരുന്നു, എന്ത് ഗംഭീര അടക്കം, ഭയങ്കര അടക്കമായിരുന്നു. പക്ഷെ എൻ്റെ ചോദ്യം, ഈ അച്ഛൻ രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, വിശുദ്ധ ജീവിതം ഉണ്ടോ? ഗതികേട് കൊണ്ട് അടക്കിയതല്ലേ? ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു നിർമ്മല കന്യകയായി ജീവിക്കാത്ത പുള്ളികളൊക്കെ മരിച്ചാലും ഞങ്ങൾ അടക്കും. അടക്കത്തില്ലേ? വേണ്ട, മുൻ ഓവർസിയറും ഇപ്പോഴത്തെ ഓവർസിയറും എല്ലാം ഉണ്ട്. ചിലപ്പം അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ എല്ലാവരും വിശുദ്ധന്മാരായതുകൊണ്ടല്ല സഭ വെച്ചോണ്ടിരിക്കുന്നത് അല്ലേ? ഈ കർത്താവ് പറഞ്ഞല്ലോ, കള പറിക്കുമ്പോൾ കൂടെ നല്ലതും കൂടെ പോകുമെന്നുള്ളത് കൊണ്ട് പാവം പിടിച്ച ഭാര്യയും 2 പിള്ളേരും
അവർ നിഷ്കളങ്കരായി കർത്താവിനെ ആരാധിക്കുന്നവരാ. ഈ പുള്ളിയെ മുടക്കിയാൽ അതുങ്ങളുടെ കാര്യം ഗതികേടാകും എന്നുള്ളത് കൊണ്ട് ഇതിയാനെ സഹിക്കാൻ സഭ തീരുമാനിച്ചു. അല്ലേ? അല്ലെന്ന് പറ, ശരിയാണെന്ന് പറ. അല്ലേ? അവർക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, നമുക്കൊന്ന് പറയരുത്, ശരിയല്ലേ? പലരെയും അഡ്ജസ്റ്റ് ചെയ്യുന്നത് പാവം പിടിച്ച 2 പിള്ളേരുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇതിയാനെ പറഞ്ഞു വിട്ടാൽ അവരുടെ കാര്യം കട്ടപ്പുകയാണ്. അതുകൊണ്ട് ഈ ശകലം അടിക്കുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ മരിക്കാൻ നേരത്ത് ഞങ്ങൾ ഇതൊക്കെ പറയും. അത് ഈ ശുശ്രൂഷയുടെ രീതിയാണ്. നമ്മൾ ഈ സിയോൻ ഗീതാവലിക്കകത്ത് യേശു മഹോന്നതനെ എന്ന രീതി അങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ നമ്മുടെ ശുശ്രൂഷയുടെ, അല്ലാതെ അവിടെ കാണുമെന്ന് ഓർത്തിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ സഹോദരങ്ങളെ, എടുക്കപ്പെടുന്നത്, കർത്താവിന്റെ വരവിൽ കാണപ്പെടുന്നത് നിർമ്മല കന്യക മാത്രമാണ്. ആമേൻ. അല്ലാതെ ഇവിടെ വെള്ള ധരിച്ചതും ഇവിടെ ആഭരണവർജനം നടത്തിയതും ഇവിടെ മീശവർജനം നടത്തിയതും ഒന്നും വലിയ കാര്യമല്ല കേട്ടോ. അതൊക്കെ വളരെ ചെറുതാണ്. ആത്മീക ജീവിതത്തിന്റെ പരിപക്വമായ വിശുദ്ധ അവസ്ഥയിൽ ഇത് വളരെ ചെറുതാണ്. വെള്ളയൊന്നും വിശുദ്ധിയുടെ മാനദണ്ഡമല്ല കേട്ടോ. അത് അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിക്കുന്നു, യോഗ്യന്മാരായതുകൊണ്ട് ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വെള്ള ധരിക്കുന്നത് കൊണ്ട് ആരും യോഗ്യന്മാരാകത്തില്ല. ഒരാമേൻ പറഞ്ഞു. സ്വോത്രം. അപ്പം ഒരു നിഷ്കളങ്ക സഭ, പ്യുവറായ സഭ, ഇടകലരാത്ത സഭ. അവിടെ ഇടകലരാത്ത സഭ എന്ന് പറയുമ്പോൾ ലോകമാണ് അവിടുത്തെ വിഷയം. ലോകത്തോട് ഇടകലരാത്ത സഭ ഉണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചോ. ആമേൻ. ഇടകലരുന്നില്ല ലോകവുമായിട്ട്. ഈ ലോകം, ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു മീറ്റിങ്ങിന് പാമ്പാടി തന്നെ പ്രസംഗിച്ചപ്പോ ലോകത്തെക്കുറിച്ച് പറയുകയുണ്ട്. കോസ്മോസ്, അതാണ് ലോകത്തിന് ഉപയോഗിക്കുന്ന പദം. അതിന്റെ പ്രഥമാർത്ഥം യൂണിവേഴ്സ് എന്ന്. യൂണിവേഴ്സ് ക്രമീകരിക്കപ്പെട്ട, അലങ്കരിക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം പറയാം. പക്ഷെ ബൈബിൾ പറയുന്ന ലോകം അതല്ല. അൺഗോഡ്ലിയായ സകലതിനോടുമുള്ള ഭ്രമത്തെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകമോഹം. സ്വോത്രം. അങ്ങനെ ലോകത്തെ സ്നേഹിക്കുന്നവരെ യാക്കോബ് വിളിക്കുന്ന പേര് വ്യഭിചാരികളെന്നാണ്. വായിച്ചിട്ടില്ലേ ആ വാക്യം? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് അറിയുന്നില്ലയോ? അപ്പൊ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചവൻ, ദൈവകൃപയിൽ നിൽക്കാൻ ഇറങ്ങിത്തിരിച്ചവൻ, ഒരു കവനന്റ് ലൈഫിലേക്ക് പ്രവേശിച്ചവൻ, ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചവൻ, ആ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാതെ ബോധിച്ചതുപോലെ നടക്കുന്നുണ്ടെങ്കിൽ അവനെ വിളിക്കുന്ന പേര് വ്യഭിചാരി എന്നാണ്. സ്പിരിച്വൽ അഡൾട്ടറിയാണത്. രാമൻ പറഞ്ഞോട്ടെ. സ്തോത്രം. വണ്ടിയുടെ കാറ്റൊന്നും അഴിച്ചു വിടല്ലേ, ഞാനങ്ങ് പൊക്കോളാം കേട്ടോ. പാവത്തന പ്രസംഗിക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ, വെറും പാവ. സ്തോത്രം. സ്പിരിച്വൽ അഡൾട്ടറിയാണ്. ഹല്ലേലൂയ. അതാ പറയുന്നത്, വ്യഭിചാരിണികളായുള്ളവരെ. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മണവാട്ടി എന്ന പദവിയും ലോകത്തോടുള്ള ഭ്രമം, ലസ്റ്റ് ഇതൊരുമിച്ച് പോകത്തില്ല. അങ്ങനെയുള്ളവരെ ബൈബിൾ വിളിക്കുന്ന പേര് വ്യഭിചാരിണികളെന്ന്. സ്തോത്രം. അതുകൊണ്ട് പഴയ പിതാക്കന്മാരൊക്കെ ലോകം വേണ്ട എന്ന് പാടിയത്. ലോകം വേണ്ട, അങ്ങനല്ലേ അവർ പാടിയത്? ലോകം വേണ്ട എന്നവർ പാടി. അതൊക്കെ ഹൃദയത്തിനകത്ത് നിന്ന് കയറി വന്ന പാട്ടുകളാണ്. ലോകം വേണ്ട, അറിയത്തില്ലേ പാട്ട്? ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ താതന്റെ സന്നിധം ചേർന്നാൽ മതി. ഒന്നിച്ചൊന്ന് പാടിക്കും. ലോകം
വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധം ചേർന്നാൽ മതി. CS മാത്യുവിനെ പോലെയുള്ള ഭക്തന്മാര് അതിന് പാടിയത് എന്നാന്നറിയാമോ? യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നൂരാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതേരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സത്യത്തിൽ അതൊരു പ്രയർ സോങ് ആണ്. എല്ലാരും കൂടെ ഒന്നിച്ചൊന്ന് പാടിക്കുക. യെരൂശലേം പുത്രിമാരെ പാടിക്കുക. ചുറ്റും നിന്നൂരാപ്പകൽ, ഓ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദര മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതേര ജാരന്മാരെ വരിക്കുമോ വത്സല. ഓ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വേറൊരു പാട്ടുണ്ടല്ലോ, ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ഈകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കാ. എനിക്ക് ലോകം വേണ്ട, എനിക്ക് ലോകം വേണ്ട. താങ്ക് യു. എനിക്ക് ലോകം വേണ്ട എന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ ജീവിതം വളരെ ഹ്രസ്വമാണ് കേട്ടോ, വളരെ ഹ്രസ്വമാണ്. ഈ ചിലരോടൊക്കെ ദേവദാസന്മാരും മടങ്ങി വരുവനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സമയമായിട്ട് പാസ്റ്ററേ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ മരണം അടുക്ക വരുമ്പോൾ ഉണ്ടല്ലോ, ഒന്നിനും നേരം കാണത്തില്ല. ഈ ഓർത്തഡോക്സ് ചർച്ചയിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, മരണത്തിൻ ദൂതൻ പിറകിൽ വന്നപ്പോൾ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. അസാധാരണ അർത്ഥമാണ്. ഒത്തിരി ചുറ്റും പാർക്കുന്ന ഒത്തിരി പേര് കാണും, പക്ഷേ മരണത്തിൻ്റെ ദൂതൻ അടുക്ക് വരുമ്പം തുണ ചെയ്യാൻ ആരും കാണത്തില്ല. പാട്ട് കേട്ടിട്ടുണ്ടോ? മരണത്തിൻ ദൂതൻ അരികിൽ വന്നപ്പോൾ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. ഒത്തിരി പേരുണ്ടായിരുന്നു, എപ്പോഴാന്നറിയത്തില്ല കേട്ടോ. ഇപ്പോ ഒരു 21 ഇരിക്കാൻ നേരം ഉണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിച്ച് ക്രമീകരിച്ച് അങ്ങ് പോകായിരുന്നു. പക്ഷെ സമയം കിട്ടില്ല, സമയം കിട്ടില്ല. ഒരു 7 ദിവസം ഒന്ന് ഉപവസിക്കാൻ നേരം കിട്ടിയായിരുന്നെങ്കിൽ അങ്ങ് പോകായിരുന്നു. പക്ഷെ നേരം കിട്ടില്ല. അതാ മരണത്തിന്റെ ഒരു പ്രത്യേകത. ഇന്ന് കൊട്ടാരക്കരയിൽ നിന്ന് എൻ്റെ ഒരു പഴയ സുഹൃത്ത് വിളിച്ചു, പിതാവ് മരിച്ചെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അറ്റാക്കായിരുന്നു. രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ കിടന്നു, പിന്നെ എഴുന്നേറ്റില്ല. ഇതാ മരണം. രംഗബോധമില്ലാത്ത കോമാളി എപ്പോൾ വേണമെങ്കിലും വരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം ക്ഷണികമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, വെള്ളത്തിൽ വെറും ഒരു കുമിള പോലെ, പുലരുമ്പോൾ വിരിയുന്ന മലര് പോലെ. മനുഷ്യ, നിൻ ജീവിതം അത് ക്ഷണികം 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 ക്ഷണികമാണത്. എപ്പോഴാ ഇത് പോകുന്നതെന്നറിയത്തില്ല. അതുകൊണ്ട് ഒരുപാട് കാലം നമ്മുടെ മുൻപിൽ ഉണ്ടെന്ന് ചിന്തിക്കാതെ, ഇന്നു മരണം വന്ന് വിളിച്ചാലും
ഞാൻ എടുക്കപ്പെടും എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഫസ്റ്റ് ഞാൻ ഈ ധനവാൻ യാതനാ സ്ഥലത്ത് കിടക്കുന്ന ഡേറ്റ് ചുമ്മാ കൂട്ടി, ചുമ്മാ ഒരു അറിവിന് വേണ്ടി ചുമ്മാ കൂട്ടി. 2000 വർഷത്തെ ഒരു കണക്ക് വെച്ചാ കൂട്ടിയത്. 2000 വർഷമായിട്ട് ധനവാൻ യാതന സ്ഥലത്ത് കിടക്കുകയാണെന്ന് ചിന്തിച്ചു. പുള്ളിയുടെ ഏറ്റവും വലിയ സ്വപ്നം ലാസറിന്റെ വിരൽ മുക്കി ഒരു തുള്ളി വെള്ളം പുള്ളിക്കൊന്ന് കിട്ടണം, എനിക്ക് കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം, അതുകൊണ്ടൊക്കെ ഞാൻ മുക്കുക. ദേ വിരൽ മുക്കിയാൽ ഇത്രേ വരത്തുള്ളൂ. പുള്ളി 2000 വർഷമായിട്ട് ആഗ്രഹിക്കും. ഞാൻ ചുമ്മാ ദിവസം കൂട്ടി കേട്ടോ, ഒരു 365 ദിവസമല്ലേ പാമ്പാടി, ഒരു വർഷത്തിന് 365 ദിവസമല്ലേ അല്ലേ? അതെ, അഞ്ചേരിയിലൊക്കെ അങ്ങനെ, പുതുപ്പള്ളിയിലൊക്കെ 365 തന്നെ. അപ്പൊ ഞാൻ ഈ 365 ദിവസം വെച്ച് ചുമ്മാ കൂട്ടി. 2000 ഗുണം 365 സമം 7,30,000 ദിവസം. ഈ പുള്ളി 7,30,000 ദിവസമായിട്ട് അവിടെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തിനാ വെറുതെ നരകത്തിൽ പോയി കിടക്കുന്നത്? കാട്ടക്കടക്കാരൻ വിക്ടർ എന്ന് പറയുന്ന ഏജിയിലെ ഒരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്, നരകവാസം ഇങ്ങനെയോ ഞാനത് അറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, പാസ്റ്റർമാർ പറഞ്ഞത് ഇപ്പോഴാണ് സത്യമാണെന്ന് മനസ്സിലായെന്ന്. ഹല്ലേലൂയ. ഈ ഇടയ്ക്ക് ഒരാൾ യെരുശലേമിൽ ചെന്നിട്ട് അവിടേക്ക് ഇറങ്ങി നിന്ന് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, ബൈബിളിൽ പറയുന്നതെല്ലാം സത്യമായിരുന്നില്ലയോ? അങ്ങനെയുള്ള പുള്ളികളുണ്ട്. ബൈബിളിൽ പറയുന്നതെല്ലാം സത്യമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി നരകം സത്യമാണെന്ന്. അവിടെ ചെല്ലുമ്പോഴേ പിടികിട്ടുന്നത്. ഞാൻ പറഞ്ഞത്, ഒരുപാട് നാളുകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമെന്ന് തോന്നരുത്. ഇന്നാണ് രക്ഷാ ദിവസം, ഇന്നാണ് സുപ്രസാദ കാലം. ഇന്ന് രാത്രി സറണ്ടർ ആകണം, ഇന്ന് രാത്രി മടങ്ങി വരണം, ഇന്ന് രാത്രി തിരിച്ചു വരണം. വാസ്തവത്തിൽ ഒരു മീറ്റിംഗിൽ 100% ആളുകൾ പ്രതികരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കർത്താവിന്റെ ചുറ്റും 5000 6000 ഉണ്ടായപ്പോഴേ കാട്ടത്തിയുടെ പുറത്തിരിക്കുന്ന സക്കായിയെ കണ്ട് കർത്താവ് പറഞ്ഞു, വേഗം ഇറങ്ങി വാ, വേഗം ഇറങ്ങി വാ, വേഗം ഇറങ്ങി വാ. 5000 മൈൻഡ് പോയിലും ചെയ്തില്ല. അന്ന് രാത്രി സക്കായുടെ വീട്ടിലോട്ട് കയറി. അന്ന് രാത്രിയിലെ യോഗം സക്കായുടെ വീട്ടിലായിരുന്നു. 5000 പേര് കൂടിയതായിട്ട് എനിക്കറിയത്തില്ല. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വ്യക്തികളെ തിരക്കുന്നവനാ കർത്താവ്. ഇന്ന് രാത്രി ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വ്യക്തികളെ തിരക്കുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ചിലരെയെങ്കിലും മടക്കിയെടുക്കാൻ, ചിലരെയെങ്കിലും തിരിച്ചു പിടിക്കാൻ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നു. കുഞ്ഞാ, നിന്നോട് ദൈവം ഇടപെടുക. ഒരുപക്ഷെങ്കിൽ നിന്റെ കാതിൽ മുഴങ്ങുന്ന അവസാനത്തെ വാണി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തരിക, മടങ്ങി വാ. ഹല്ലേലൂയ. നിർമ്മല കന്യക, ഈ കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്ന നിർമ്മല കന്യകയുടെ ഗുണഗണങ്ങളുണ്ട് കേട്ടോ. എല്ലാം പറഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമില്ല. എഫേസ്യ ലേഖനം 5:26-27 ഞാൻ പറഞ്ഞു അങ്ങ് പോകാം. അടുത്ത ഒരു 10 മിനിറ്റിനകത്ത് ഈ പ്രസംഗം എനിക്ക് നിർത്തണം. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ. ആ വാക്കുണ്ടോ? എങ്ങനെ? കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് തോന്നാറുണ്ട്, ഈ യോഗങ്ങൾക്കൊക്കെ ഈ വീഡിയോ കാണിക്കുന്ന TV സ്ക്രീൻ അല്ലാതെ വാക്യം കാണിക്കാൻ എന്തെങ്കിലും ഒരു സ്ക്രീൻ സെറ്റപ്പ് ഉണ്ടാക്കണം. കാരണം നമ്മൾ ഈ ബൈബിളും കൊണ്ട് വരത്തില്ല. അതിപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായി. ഇനി കൊണ്ടുവന്നാലൊട്ട് തുറക്കത്തുമില്ല. തുറക്കത്തില്ല. പാസ്റ്റർ സങ്കീർത്തനം പ്രസംഗിക്കും, അച്ഛൻ ലേഖനം തുറന്നു വെച്ചുകൊണ്ടിരിക്കും. പാസ്റ്റർ ലേഖനത്തിൽ നിന്ന് പ്രസംഗിക്കും, അമ്മ സങ്കീർത്തനം വെച്ചുകൊണ്ടിരിക്കും. ഈ കാണത്തില്ല. അതുകൊണ്ട് ഇതുപോലുള്ള നിർണായകമായ ചില സംഭവങ്ങളൊക്കെ കാണണം. അതുണ്ടായിരുന്നത് നല്ലതായിരുന്നു. അവിടെ നോക്കിയേ, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ. എല്ലാവരും കൂടെ പറഞ്ഞേ, എന്നാ? കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. ഞാൻ ആ കറ, ചുളുക്കം, ആ പദം ഒന്ന് പഠിച്ചു നോക്കിയ. കറ, സ്പിലോസ് എന്ന, സ്പിലോസ്, അതാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം. സ്പിലോസ് അർത്ഥം മാലിന്യം. ചുളുക്കം എന്ന് പറഞ്ഞാൽ ഊനമില്ലാത്തതെന്നാണ്. ഇപ്പൊ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാനിരിക്കുന്ന സഭ മാലിന്യമില്ലാത്ത സഭയാണ്. നമ്മൾ പാടത്തില്ലേ, മാലിന്യപ്പെട്ടിടതോടിയിടുക. മാലിന്യം കാണാൻ പാടില്ല. അതായത് കറ. അല്ലാതെ ഉടുപ്പെ പറ്റുന്ന വാഴക്കറയുടെ കാര്യമല്ല പറയുന്നത്, ജീവിതത്തിൽ പറ്റുന്ന മാലിന്യമാണ്. അതിനെയാണ് ബൈബിൾ കറ എന്ന് വിളിക്കുന്നത്. സ്പിലോസ്, അതാണ് മാലിന്യം. ചുളുക്കം എന്ന് പറഞ്ഞാൽ ഊനമില്ലാത്തത്. അവിടെ ഉത്തമഗീതത്തിലെ ഒരു വാക്യമുണ്ട്, എൻ്റെ പ്രിയേ നീ സർവാംഗ സുന്ദരി,
നിന്നിൽ യാതൊരു ഊനവും ഇല്ല. അതാണ് സഭ. ഏതാ? ഒരു ഊനവും ഇല്ലാത്തതാണ് സഭ. ഇന്ന് രാത്രി അങ്ങനെ ഒരു സഭയാണ് ഗ്ലോബൽ മിഷന്റെ 47ാമത് ജനറൽ കൺവെൻഷനിൽ ദൈവം പ്രതീക്ഷിക്കുന്നത്. ഊനമില്ലാത്ത ഒരു സഭ. ഒരു കോംപ്രമൈസും ഇല്ല. ഈ പഴയ നിയമത്തിൽ ഈ മണവാട്ടിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന സങ്കീർത്തനം 45:13 പറയുന്നുണ്ട്, അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണിയാകുന്നത് അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്, ഒട്ടും മാലിന്യമില്ലാത്ത സർവാംഗ സുന്ദരിയായ സ്തോത്രം. അതാ സഭ. യാതൊരു ഊനവും ഇല്ലാത്ത അതാ സഭ. വിശദീകരിക്കാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ്. ആമേൻ. ശുദ്ധയായി നിഷ്കളങ്കയായി. എടുക്കപ്പെടുന്ന സഭയുടെ യോഗ്യത അതാ, ശുദ്ധ നിഷ്കളങ്ക. അല്ലാതെ 47 വർഷം പെന്തക്കോസിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. എടുക്കപ്പെടാൻ നേരത്ത് ശുദ്ധയായിരിക്കണം. അവിടെ അത് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാത്തവനെ കാണുകയും ചെയ്താൽ. അല്ലാതെ കർത്താവേ 2026 ജാനുവരിയിൽ വലിയ മാനസാന്തരം ഇല്ലായിരുന്നു എന്നേ ഉള്ളൂ, 2016 മുടിഞ്ഞ മാനസാന്തരമായിരുന്നു, ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. 96 എന്തുമായിരുന്നത്, ഞങ്ങളൊക്കെ തീയായിരുന്നു. ഇവിടുന്ന് ഏലപ്പാറ വരെ നടന്ന് മാസയോഗത്തിന് പോകുമായിരുന്നു. 2025 വല്ലതും ഉണ്ടോ? നമ്മളിപ്പോ ആറി തണുത്ത് ഒരു പരിവായിരിക്കുക. അപ്പൊ കർത്താവ് പറയുന്ന, കുഞ്ഞെ ഞാൻ വരുമ്പോ നിന്നെ മാനസാന്തരപ്പെട്ടവനെ കാണും, വരുന്ന സമയത്ത് കാണും. ഇത് യേശുക്രിസ്തുവിന്റെ വരവിന്റെ ആകസ്മികതയുടെ പ്രത്യേകതയാണ്. വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണെന്നുള്ളതാണ്. അല്ലാതെ 10 വർഷത്തിന് മുമ്പ് എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചൻ ഒരു കാര്യമില്ല, ഇപ്പൊ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ്. കർത്താവിനെ കാണേണ്ട സഭ കറയില്ലാത്ത ചുളുക്കമില്ലാത്ത സഭയാണ്. ആമേൻ. ഇനി അടുത്ത വാക്യം പറയാം. 2 പത്രോസ് ലേഖനം 3:14 എടുക്കപ്പെടാൻ പോകുന്ന ഈ നിർമ്മല കന്യകയുടെ യോഗ്യത 3:14 അവിടെ പറയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ, അവിടെ എഴുതിയിരിക്കുന്ന പദം, അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. കർത്താവ് ഉത്സാഹിക്കുക എന്നറിയോ? കറയില്ലാതിരിക്കാൻ, കളങ്കമില്ലാതിരിക്കാൻ, അങ്ങനെ നമ്മളെ ഒന്ന് കാണിക്കാൻ. വാസ്തവത്തിൽ ഞാൻ ഈ സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ ഇത് പ്രസംഗിക്കാൻ എൻ്റെ അകത്ത് നിയോഗം ഉണ്ടാകുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ഭാഗമാണ്. കർത്താവിൻ്റെ ഉത്സാഹം അത് ചെയർമാന്റെ ഉത്സാഹമല്ല, കർത്താവിൻ്റെ ഉത്സാഹമാണ്. ഒരു സന്ദേശം ഒരാളെ കേൾപ്പിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഉത്സാഹമാണ്. അതാ ഇവിടെ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. ദൈവം ഉത്സാഹിക്കുക, കറയില്ലാത്തവരെ കാണണം. ഞാൻ മനസ്സ് തുറന്ന് പറയട്ടെ, ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരാൾ നരകത്തിൽ പോകരുതെന്ന് ആഗ്രഹമുള്ള ഒരാൾ കർത്താവാണ്. കർത്താവ് അതിനെ ഉത്സാഹിക്കുക. അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വാക്യമുണ്ട്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നീ ചെയ്തതെന്താ? നീ ചെയ്തതല്ല എന്താ ചെയ്തത്? നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിഞ്ഞു, പ്രവാചകന്മാരെ കൊന്നു. അതാ നീ ചെയ്തത്. കർത്താവ് പറയും, എന്നിട്ടും കോഴിയെ അതിൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറച്ചു പിടിക്കാൻ ഞാൻ എത്ര പ്രാവശ്യം കൊതിച്ചതാ, നിനക്കോ മനസ്സായില്ല. ഇന്ന് രാത്രി നിന്റെ പരാജയം അറിയാഞ്ഞിട്ടല്ല, നിന്റെ വീഴ്ച അറിയാഞ്ഞിട്ടല്ല, അതറിഞ്ഞുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നിന്നെ മടക്കിയെടുക്കാൻ കർത്താവ് കൈനീട്ടുകയാണ്. എനിക്ക് ആ മത്തായി 23:37 ദൈവസ്നേഹത്തിന്റെ വ്യാപ്തിയെ, ചെയ്തതെല്ലാം ദോഷമാണെങ്കിലും കർത്താവ് പറയും, എനിക്ക് മടക്കിയെടുക്കാൻ എത്ര വട്ടം മനസ്സായിരുന്നു. നമ്മൾ പാടത്തില്ലേ, കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ തീരാത്തതുപോലെ
ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തതുപോലെ മടക്കിയെടുക്കാൻ കർത്താവിന് ഭയങ്കര കൊതിയായിരുന്നു. പക്ഷെ കർത്താവ് പറയാ, നിനക്ക് മനസ്സായില്ല. അതുപോലെ തന്നെ ഇവിടെ പറയുക, നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് ഉത്സാഹമായിരുന്നു, പക്ഷെ നിനക്ക് മനസ്സായില്ല. ഹല്ലേലൂയ. ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവ് യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനുന്നീരായി വെളിപ്പെടും വണ്ണം. കണ്ടോ, വിശുദ്ധീകരണത്തിൽ അനുന്നീരായി, ഒരു കോംപ്രമൈസും ഇല്ല, വിശുദ്ധീകരണത്തിൽ അനുന്നീരായി. 1 തെസ്സലോനിക്കർ 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. കണ്ടോ, മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട്, അത് പ്യുവർ ബ്രൈഡ് എന്ന് പറയുന്നത്. പ്യുവർ ബ്രൈഡ്. ഒത്തിരി വാക്യങ്ങൾ പറയാനായിട്ട് ഞാനൊരു 10-15 വാക്യങ്ങളെങ്കിലും അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിച്ചു. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ, ഇതൊരു ചെറിയ കാര്യമല്ല. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ പോകുന്നത് നിർമ്മലകന്യ, പ്യുവർ ബ്രൈഡാണ്. കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, ഊനമില്ലാത്ത, വിശുദ്ധീകരണത്തിൽ അനന്യരായ, മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട, ദേഹവും ദേഹിയും ആത്മാവും ശുദ്ധീകരിക്കപ്പെട്ട സഭ. പക്ഷെ പൗലോസ് പറയും, എനിക്ക് ടെൻഷനുണ്ട്, ഞാൻ ഭയപ്പെടുകയാണ്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഉപായം സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകും. ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് ഭയമുണ്ട്. അതിന് വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, വേറൊരു യേശു, അതിഷ്ടം പോലെ. ബൈബിൾ പറയുന്ന യേശുവുമായി ബന്ധമില്ലാത്ത വേറൊരു യേശു, ബൈബിൾ പറയുന്ന സുവിശേഷവുമായി ബന്ധമില്ലാത്ത വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. നമുക്ക് വലിയ ചലഞ്ചസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ നടുവിൽ നിർമ്മല കന്യകയായി നിൽക്കണം. അതാ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഇന്ന് രാത്രി ഇതൊരു ക്രാഷ് ലാൻഡാണ്, എനിക്ക് സമയം പോരായിരുന്നു. പക്ഷേ ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ ടൈമിനെ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ഇതുവരെ പറഞ്ഞ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കൊരു നിർമ്മല കന്യകയാകണം എന്ന് പറയാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഞാൻ പറയട്ടെ, നീതീകരണം ഒരു ദിവസം കൊണ്ടുള്ളതാണ്, വിശുദ്ധീകരണം ലൈഫ് ലോങ് ആണ്. ഇന്ന് രാത്രി റജിപ്പാസ് സുവിശേഷ പ്രസംഗകനായതുകൊണ്ട് വിശുദ്ധീകരണം വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. റോമലേഖനം 6:22 അങ്ങനെ പറയുന്നത്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ബലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനവും. വിശുദ്ധീകരണത്തിന്റെ അന്തം നിത്യജീവനാണ്. ദ എൻഡ് എറ്റേണൽ ലൈഫ്. എന്നാ മരിക്കുന്ന അന്ന് വരെ, 90 ഉണ്ടോ അന്ന് വരെ വിശുദ്ധീകരണം വേണം. ആ അവസാനത്തെ ശ്വാസം വലിച്ചു വിടുന്നത് വരെ വിശുദ്ധീകരണം വേണം. കാരണം നിർമ്മല കന്യകയായി ഒരാൾ ജീവിതത്തെ കീപ്പ് ചെയ്യുന്നത് മരിക്കുന്ന ദിവസം വരെയാണ്. നമുക്കതിനുള്ള കടമയുണ്ട്, നമുക്കതിനുള്ള ബാധ്യതയുണ്ട്. ശുദ്ധയായി നിർമ്മല കന്യകയായി നിൽക്കണം. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ, അതിരങ്ങളെല്ലാം ഒന്ന് തുറന്നേ, ഹൃദയങ്ങളെല്ലാം ഒന്ന് ഏകാഗ്രമാക്കുകയും ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. എനിക്കറിയാം, ഞാനൊരു റിവൈവൽ മെസ്സേജ് അല്ല പറഞ്ഞത്. പക്ഷേ ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് അസാധാരണമായ വിധത്തിൽ കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ഈ പ്രസംഗത്തിൻ്റെ ഒരു വേളയിലും ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും അലക്ഷ്യമായിരുന്നില്ല. ഒരാൾ ഉറങ്ങുന്നത് ഞാൻ കണ്ടില്ല. എനിക്കറിയാം, ദൈവാത്മാവ് ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങളോട് സംവാദിച്ചതാണ്. ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരുന്നു എന്ന് പറയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്.